നിങ്ങളെ ഒരു ദിവസം കണ്ണു തുറന്നു നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ നാടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത മൊത്തത്തിലൊരു ശൂന്യതയിലാണെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ സിനിമയിലെ നായകൻ ഉണരുന്നതും ഏകദേശം ഇതേപോലെയാണ്. അയാൾ ഉണർന്നു കഴിയുമ്പോഴത്തേനും താൻ ആരാണെന്നോ എന്തിനാണ് ഇവിടെ വന്നതെന്നോ ഇതേതാണ് സ്ഥലമെന്നോ ഒന്നും യാതൊരു പിടുത്തവും അയാൾക്ക് കിട്ടുന്നില്ല. കയ്യിലും കാലിലും ഒക്കെ കുറെ ട്യൂബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് കുറെ ആളുകൾ മരിച്ചും കിടക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഓർമ്മകൾ പതിയെ അയാളെ തേടി എത്തുമ്പോഴാണ് ഭൂമി ഒരു വലിയ ആപത്തിനെ നേരിടാൻ പോവുകയാണെന്നും ആ ഒരു ആപത്തിനെ തടയുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് താനുമെന്നും അയാൾ തിരിച്ചറിയുന്നു. സത്യം പറഞ്ഞാല് ആകാശത്തിന്റെ ഒത്ത നടുക്ക് ഏകദേശം ലക്ഷക്കണക്കിന് മൈലുകൾക്ക് അപ്പുറം നിൽക്കുന്ന ആ ഒരു വ്യക്തി തനിച്ചെന്തു ചെയ്യാനാണ്? ആ ഒരു ഏകാന്തതയിൽ അയാൾ നേരിടുന്ന വെല്ലുവിളികളും അവിടെ അയാൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു വലിയ സത്യവുമാണ് ഈ ഒരു സിനിമ. പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് എത്രയോ അപ്പുറമുള്ള കാര്യമാണെന്നും അത് എന്തൊരു മഹാ അത്ഭുതമാണെന്നും ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഒരു സിനിമ കാണുമ്പോഴത്തേനും ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്, അതും ധൈര്യവും അതേപോലെ ആത്മവിശ്വാസവും കൊണ്ട് പോരാടുന്ന കാണുമ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അറിവാണ് ഏറ്റവും വലിയ ധനം എന്ന് ഈ ഒരു സിനിമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സയൻസ് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് തിയേറ്ററിൽ പോയി തന്നെ സിനിമ കണ്ടു നോക്കുക. ഇപ്പോഴും റണ്ണിങ് ആണ്. കൂടുതൽ സിനിമകളെ പറ്റിയിട്ടും സീരീസിനെ പറ്റി അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സിനിമയുടെ പേര് പ്രൊജക്ട് ഹെയിൽ മേരി. OTT ഇറങ്ങുമ്പോഴത്തേനും തീർച്ചയായിട്ടും ലിങ്ക്